Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. ഒരു നോട്ടീസ് വന്നു ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നുള്ള എല്ലാ അവിടെ നമ്മൾ നോക്കില്ലല്ലോ, എല്ലാ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഈ രീതിയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറയാൻ. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടിക്കപ്പം തന്നെ നമ്മൾ ഇടി ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റിൽ കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളത് കത്തും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പോൾ ഇടിയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ വേണ്ടി, കാരണം ഇന്ന കാര്യം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റാണ് അവർ പറയുന്നത്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഈ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനാ ഈ ഒരു കേസിൽ? ഈ കേസാണ്, എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അതിൽ പാർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല, ഇങ്ങനെ മാത്രമാണ് പറയാറുള്ളത്. അല്ലാതെ കരിവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരിവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ്. ഈ ED നിരന്തരം എല്ലാവരെയും, ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPM നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതിന്റെ ഒരു ഭാഗമാക്കായി തന്നെയാണോ, അല്ലെങ്കിൽ സംശയം എന്താ? ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ള കാര്യം. നമുക്കതിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെയും നേരിടാത്തൊരു പ്രയോഗത്തില്ല. ഏത് അന്വേഷണം സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ, അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അന്വേഷിക്കേണ്ട